ഹലോ. നമ്മൾ ബിസിനസ് ചെയ്യുന്ന അധിക പേരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, നമുക്കൊരു പോയിന്റ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കണില്ല. ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കങ്ങ് വളരാൻ സാധിക്കണില്ല ബിസിനസ്. ഇവിടെ നമ്മൾ അധിക പേരും പല അബദ്ധങ്ങൾ വരുത്താറുണ്ട്. ഞാനും നിങ്ങളും എല്ലാം ഈ അബദ്ധം വരുത്താറുണ്ട്. നമ്മളുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധിക സമയവും നമ്മളുടെ ബിസിനസ്സിലേക്ക് ഒരേ ഒരു മാർക്കറ്റിംഗ് ചാനലിലൂടെ മാത്രമായിരിക്കും കസ്റ്റമേഴ്സ് വരാം. അത് പല രീതിയിലായിരിക്കാം. നിങ്ങൾ നോട്ടീസായിരിക്കാം, പത്രമായിരിക്കാം, ഗൂഗിൾ ആഡ്സ് ആയിരിക്കാം, സോഷ്യൽ മീഡിയ പരസ്യങ്ങളായിരിക്കാം, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വൈറൽ മാർക്കറ്റിംഗ് ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും നിങ്ങൾ സാധാരണ ഉപയോഗിച്ച് വരാം. ചിലവർക്ക് ഒന്നും ഉണ്ടാവില്ല, അവർക്കൊരു ഷോപ്പ് ഉണ്ടായിരിക്കും, ഫുഡ് ട്രാഫിക് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും അതിലൂടെ പോകുന്ന ആളുകൾ കട കാണും, കടയിൽ കയറും, വാങ്ങിക്കും. യാതൊരുവിധ മാർക്കറ്റിങ്ങും അവർക്ക് ഉണ്ടാവില്ല. ഇവിടെ നമ്മളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് ചാനൽ മാത്രമാണ് നമ്മൾ റിലേ ചെയ്യണമെങ്കിൽ, അതിനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒന്നല്ലെങ്കിൽ ഓർഡർ കുറയും, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഡെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാഷ് ഫ്ലോ കംപ്ലീറ്റ് ഡെഡാവും. നമ്മൾ എപ്പോഴും ഒന്നിലധികം മാർക്കറ്റിംഗ് ചാനൽസിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കണം. ഏതെല്ലാം മാർഗത്തിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാമെന്ന് പഠിക്കണം. എന്നാൽ മാത്രമാണ് ആ ബിസിനസ് ഒരു റേഞ്ച് വിട്ട് അപ്പുറത്തേക്ക് കിടക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്കൊരു 50,000 മന്ത്ലി ഇൻകം നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 1 lakh ഇൻകം നിങ്ങൾക്ക് കിട്ടണുണ്ട്. എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടും അതല്ല, നിങ്ങൾ എത്ര പ്രൊഡക്റ്റ് ക്വാളിറ്റിയും സർവീസ് ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടും ആ റേഞ്ച് വിട്ട് അപ്പുറത്തേക്ക് അങ്ങ് പോകാൻ പറ്റില്ല. അത് പലർക്കും പലതായിരിക്കും അവരുടെ ഇൻകത്തിൻ്റെ റേഞ്ച്. ഇത് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, തുടർച്ചയായി പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് പുതിയ മാർക്കറ്റിംഗ് ചാനൽസിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഒരെണ്ണത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡെഡായി, നിങ്ങളുടെ ബിസിനസ് തവിടുപിടി. ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ വിൽക്കുന്ന പലർക്കും ഈ അബദ്ധം സംഭവിക്കാറുണ്ട്. അവരൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യും, ആമസോണിന് വേണ്ടി ഡെവലപ്പ് ചെയ്യും, അത് ആമസോണിൽ ലിസ്റ്റ് ചെയ്യും, ചിലപ്പോൾ 1 വർഷം 1.5 വർഷമൊക്കെ വിൽക്കും. ഒരു ദിവസം അവരുടെ അക്കൗണ്ടിന് എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പുതിയൊരു കോമ്പറ്റീറ്റർ വരാം, ഗുജറാത്തിൽ നിന്നായിരിക്കും, ഡൽഹിയിൽ നിന്നായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് അവരോട് മത്സരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് മാനുഫാക്ചേഴ്സാണ്. അപ്പോൾ 1.5 കൊല്ലം നിങ്ങൾ വിറ്റല്ലോ, അപ്പോൾ ഒരു വലിയ വിഭാഗം കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കണമല്ലോ. ഇല്ല, നിങ്ങളുടെ അടുത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലാണ് കംപ്ലീറ്റ് കൺട്രോൾ ഉള്ളത്. ആമസോൺ ഇങ്ങനെ ഡാറ്റ തരില്ല. ചിലപ്പോൾ നിങ്ങൾ 1000 10,000 കസ്റ്റമേഴ്സിന് വിറ്റിട്ടുണ്ടാവും, അവരുടെ ഡാറ്റയും നിങ്ങളുടെ അടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിങ്ങിൽ കൺട്രോള് കംപ്ലീറ്റ് വേറെ ആളുകളുടെ കയ്യിൽ പോകാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് കംപ്ലീറ്റ്ലി ഡൗൺ ആവും. ഇത് പല രീതിയിലും സംഭവിക്കുക. ഇനി ഓൺലൈനിലൊരു കഥയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഓഫ്ലൈനിലാണെങ്കിലോ, നിങ്ങൾക്ക് ഒരേ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 3-4 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. നിങ്ങളൊരു മാനുഫാക്ചറാണെന്ന് വിചാരിക്കുക. ഇവർ വഴി മാത്രമാണ് നിങ്ങൾക്ക് ആകെ ബിസിനസ് ഉള്ളൂ എന്ന് വിചാരിക്കുക. നാളെ ഇവർ ഗൂഢാലോചന നടത്തി എന്തെങ്കിലും പ്രൈസ് കുറയ്ക്കാൻ നിങ്ങളോട് വാശി പിടിക്കുക. നിങ്ങളുടെ കോസ്റ്റ് കുറയ്ക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. നിങ്ങളുടെ കോസ്റ്റ് അങ്ങനെ സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇവർ വന്ന് നിങ്ങളുടെ അടുത്ത് വാശി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറയ്ക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ 4 ആളുകൾ മാത്രമായിട്ടാണ് ബിസിനസ് ഉള്ളൂ. ഇത് പുറത്തെ കഥയാണ്. മാനുഫാക്ചറാണ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മേക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം മാർക്കറ്റിംഗ് കൃത്യമായി തന്നെ നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടമാണ്. കസ്റ്റമർ ആര് ഓൺ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇപ്പോൾ iPhone 16, 17, 18 അവർക്ക് ഇറക്കാം. എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി ഇറക്കിയാൽ പോലും ആ സാധനം വിറ്റുപോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കസ്റ്റമേഴ്സിനെ ഓൺ ചെയ്യുന്നുണ്ട്. ഈ തുടക്ക സമയത്ത് തന്നെ ഇവർ ആപ്പിൾ സ്റ്റോർ തുടങ്ങാനുള്ള കാരണം അതാണ്. എന്തിനാണ് നമ്മളിങ്ങനെ കാശ് മുടക്കി ആപ്പിൾ സ്റ്റോറൊക്കെ തുടങ്ങേണ്ട കാര്യം? മറ്റ് റീറ്റെയിൽ ഷോപ്പുകൾ വഴി വിൽക്കാമല്ലോ, പറ്റൂല. കാരണം അവരുടെ കയ്യിൽ കൺട്രോൾ പോകരുത്. എന്നതുപോലെ തന്നെയാണ് നമ്മൾക്ക് മാർക്കറ്റിംഗ് ചാനൽസ് വേണം. ഒന്നിലധികം ചാനൽസിലൂടെ നമ്മളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സ് വന്നേ മതിയാവും. എന്നാൽ മാത്രമാണ് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ കസ്റ്റമറെ നിങ്ങൾ ഓൺ ചെയ്യുകയും വേണം. ഓൺലൈനിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും, ഓഫ്ലൈനിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഏത് മാർക്കറ്റിംഗ് മീഡിയം ഉപയോഗിച്ചാലും അത് മാത്രം റിലേ ചെയ്ത് നിൽക്കരുത്. കൂടുതൽ മാർക്കറ്റിംഗ് മീഡിയംസിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുകയും അത് നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ വരുത്തുന്ന ഒരു അബദ്ധമാണ് കൃത്യമായിട്ട് ആ കണക്കറിയാതിരിക്കുക. അതായത് എന്ത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ നേരത്തും ചില യൂണിറ്റ് എക്കണോമിക്സ് നമ്മൾ പഠിച്ചേ മതിയാവും. അതിൽപ്പെട്ട ഒരെണ്ണമാണ് കോസ്റ്റ് പെർ ലീഡ് എന്ന് പറയും.
അതായത് നിങ്ങളിപ്പോൾ പത്രത്തിൽ ഒരു 6000 രൂപയ്ക്ക് പരസ്യം കൊടുത്തു, ഒരു 6000 രൂപ സ്പെൻഡ് ചെയ്ത് പത്രത്തിലൊരു കോളത്തിലൊരു പരസ്യം കൊടുത്തു. എത്ര പേര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു? നമ്മൾ എത്ര രൂപക്കാണ് പരസ്യം കൊടുത്തത്? 6000 രൂപ. എത്ര പേര് കോണ്ടാക്ട് ചെയ്തു? 100 പേരായിരിക്കും കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ 6000 ഡിവൈഡഡ് ബൈ 100 അതായിരിക്കും നിങ്ങളുടെ കോസ്റ്റ് പെർ അക്വിസിഷൻ ആ പർട്ടിക്കുലർ മാർക്കറ്റിംഗ് മീഡിയത്തിൽ. കാരണം നമ്മൾ 6000 രൂപ പത്രത്തിൽ പരസ്യം കൊടുത്ത് നമുക്ക് വെറും 100 പേര് മാത്രമാണ് കോണ്ടാക്ട് ചെയ്യണുള്ളൂവെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മാർക്കറ്റിംഗ് മീഡിയ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. ചില ബിസിനസ്സുകൾ വർക്കൗട്ട് ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 6000 രൂപ നിങ്ങൾ വേറൊരു മാർക്കറ്റിംഗ് മീഡിയത്തിൽ പരീക്ഷിച്ച് നോക്കണം. സോഷ്യൽ മീഡിയയിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. സോഷ്യൽ മീഡിയയിൽ പരീക്ഷിച്ച് നോക്കാൻ നേരത്ത് 6000 രൂപക്ക് നിങ്ങൾ പരസ്യം കൊടുത്തു, നിങ്ങൾക്ക് ചിലപ്പോൾ 350-400 ലീഡ്സ് ചിലപ്പോൾ വന്നേക്കാം. ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ മാർക്കറ്റിംഗ് ആ ഒരു ക്രിയേറ്റീവ് അനുസരിച്ചിരിക്കും. ഇത് നിർബന്ധമായിട്ട് കോസ്റ്റ് പെർ ലീഡ്, ഒരു ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് ഉള്ള ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. എത്ര ലീഡ്സ് വന്നു, ഇൻട്രസ്റ്റഡ് ആയിട്ട് എത്ര ലീഡ്സ് വന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് നമ്മുടെ അടുത്ത് വേണം. അപ്പോൾ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ നേരത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 6000 രൂപ എനിക്ക് ചിലവായി, അതിൽ നിന്ന് എനിക്ക് 100 ലീഡ് വന്നു. അപ്പോൾ 6000 ഡിവൈഡഡ് ബൈ 100 എനിക്കൊരു ലീഡ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ചിലവായത് ഇത്ര രൂപയാണ്. ഇതേ 6000 നിങ്ങൾ അടുത്ത മാർക്കറ്റിംഗ് മീഡിയത്തിൽ പരീക്ഷിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് നല്ല രീതിയിൽ കുറയണ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ തൽക്കാലത്തേക്ക് പത്രത്തിലൊന്ന് ഹോൾഡ് ചെയ്യുക, പത്രത്തിൽ പരസ്യം കൊടുക്കൽ തൽക്കാലത്തേക്കൊന്ന് നിർത്തുക. മോഡേൺ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയോ മറ്റ് മാർക്കറ്റിംഗ് ചാനൽസിലേക്കോ നിങ്ങൾ പതിയെ തിരിയണം. ഇത് തിരിച്ചറിയണമെങ്കിൽ കോസ്റ്റ് പെർ ലീഡ് നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതറിയാതെ പലരും മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ട്രഡീഷണലി എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാശ് നഷ്ടം വന്നതല്ല, നഷ്ടം വന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഏതാണ് എഫക്റ്റീവ് എന്നുള്ളതിലാണ് ചോദ്യം. ലാഭകരമാണല്ലോ, പക്ഷേ അതിലും ലാഭകരമായിട്ടുള്ള മറ്റേതെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരിക്കാം. കാരണം നിങ്ങൾ പരീക്ഷ നോക്കിയിട്ടില്ല. ഇതാണ് പ്രശ്നം. ഒരേ ഒരു മാർക്കറ്റിംഗ് ചാനലിനെ മാത്രം റിലേ ചെയ്താലുള്ള ഒരു പ്രശ്നം ഇതാണ്. അപ്പോൾ കോസ്റ്റ് പെർ ലീഡ് നമ്മൾ കാൽക്കുലേറ്റ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ എഴുതി വെക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു മെട്രിക്സ് ആണ് യൂണിറ്റ് എക്കണോമിക്സിൽ കോസ്റ്റ് പെർ അക്വിസിഷൻ അല്ലെങ്കിൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയും. ഒരു പുതിയ കസ്റ്റമറെ കിട്ടാനായിട്ട് എനിക്ക് എത്ര രൂപ ചിലവാകും ഒരു പർട്ടിക്കുലർ മാർക്കറ്റിംഗ് മീഡിയം യൂസ് ചെയ്യാൻ നേരത്ത്, ഒരു പർട്ടിക്കുലർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി യൂസ് ചെയ്യാൻ നേരത്ത്. ഇപ്പോൾ പത്രത്തിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ 6000 രൂപക്ക് നമ്മൾ പരസ്യം കൊടുക്കുന്നു. നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ 100 ലീഡ്സ് വന്നേക്കാം. പക്ഷേ വന്ന ലീഡുകളെല്ലാം കസ്റ്റമർ ആവണമെന്നില്ല. ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ച് നമ്മുടെ അടുത്ത് വന്നെ എൻക്വയറി ചെയ്യുന്ന എല്ലാവരും നമ്മളുടെ കസ്റ്റമർ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ 2-3 പേരൊക്കെ ആയിരിക്കാം കസ്റ്റമർ ആകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് സ്പെൻഡ് ചെയ്ത മണി എത്രയാണോ ഡിവൈഡഡ് ബൈ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ അതാണ് ഒരു കസ്റ്റമറെ കിട്ടാനായിട്ട് ഒരു പ്രത്യേക മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയിൽ നമുക്ക് ഒരു കസ്റ്റമർ കിട്ടാനായിട്ട് ഇത്ര രൂപ ചിലവായി. ഇതാണ് നമ്മുടെ മാർക്കറ്റിംഗ്, ആ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ലാഭകരമാണോ അല്ലേന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഇതാണ്. നമ്മൾ 6000 രൂപ സ്പെൻഡ് ചെയ്യാൻ നേരത്തെ ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന്, ഇപ്പോൾ ഉദാഹരണം ഒരു കസ്റ്റമറെ നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് നമുക്ക് 100 രൂപ ചിലവായി എന്ന് വിചാരിക്കുക. പക്ഷേ ഒരു കസ്റ്റമറിൽ നിന്ന് നമ്മൾ മേക്ക് ചെയ്യണ പ്രോഫിറ്റ് 80 രൂപയുള്ളൂവെങ്കിൽ നമുക്കവിടെ 20 രൂപ നഷ്ടമാണ്. അത് 150-200 ആകുമ്പോഴാണ് ലാഭകരമായിട്ട് നമുക്ക് വന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യണാൻ നമുക്ക് 100 രൂപയായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ലാഭം 200 രൂപയാണെങ്കിൽ ഒരു കസ്റ്റമറിൽ നിന്ന് നമുക്ക് 200 രൂപ ലാഭമുണ്ട്. ഒരു കസ്റ്റമറെ കിട്ടാനായിട്ട് നമുക്ക് 100 രൂപ ചിലവായി. അപ്പോൾ ഒരു 100 രൂപയുടെ പ്രോഫിറ്റ് അവിടെ വന്നിട്ടുണ്ട്. എത്ര രൂപ വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാം മാർക്കറ്റിങ്ങിനായിട്ട്, എത്ര രൂപ വരെ ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യാൻ എത്ര രൂപ വരെ സ്പെൻഡ് ചെയ്യാം എന്നുള്ളത് ഈ ഒരു യൂണിറ്റ് എക്കണോമിക്സിൽ നിന്നാണ് കിട്ടുന്നത്. അതായത് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാലുള്ള ഗുണമാണ്. ഒരു കസ്റ്റമറിൽ നിന്ന് എനിക്ക് 200 രൂപ ലാഭം ഉണ്ടെങ്കിൽ എനിക്ക് 100, 120, 130 എനിക്ക് ആ റേഞ്ച് മനസ്സിലാവും. എവിടെ വരെ എനിക്ക് പോകാമെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയണം. ഒരു കസ്റ്റമറിൽ നിന്ന് നമ്മൾ എത്ര രൂപ ലാഭം ഉണ്ടാക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു കസ്റ്റമറെ കിട്ടാനായിട്ട് നമുക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ഇതറിഞ്ഞാൽ മാത്രമാണ് നമ്മളിപ്പോൾ 100 രൂപ മുടക്കിയിട്ട് ഒരു കസ്റ്റമറിൽ നിന്ന് 80 രൂപ മാത്രമേ ഏൺ ചെയ്യണുള്ളൂ എങ്കിൽ ആ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി നമുക്ക് ശരിക്കും നഷ്ടമാണ്. കസ്റ്റമർ വന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ലാഭം വന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഇത് പറയുമ്പോൾ പലരും തർക്കിച്ചേക്കാം. ആമസോൺ 10 വർഷമായിട്ട് ലാഭത്തിലല്ല ഓടിക്കണം, അല്ലെങ്കിൽ ഈ കമ്പനി ഇന്ന സംരംഭകം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അതൊന്നും സ്മോൾ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എങ്കിൽ നിങ്ങൾ കാശ് ബേൺ ചെയ്ത് കാണിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഫണ്ട് റൈസ് ചെയ്യാൻ എല്ലാവരെ കൊണ്ട് സാധിക്കില്ല. ചില ഒരു ചുരുങ്ങിയ വിഭാഗം ആളുകളുണ്ട് ഇങ്ങനെ ഫണ്ട് പറ്റാൻ നേരത്തെ വീണ്ടും പോയി ഫണ്ട് റൈസ് ചെയ്യും.
വീണ്ടും അത് ബേൺ ചെയ്യും, വീണ്ടും ഫണ്ട് റൈസ് ചെയ്യും. അങ്ങനെ കുറച്ചൊരു ചുരുങ്ങിയ വിഭാഗം, ഒരു 0.1% ഒക്കെ സംരംഭകരുണ്ട്, കഴിവുള്ളവർ, ഇല്ല എന്ന് പറയണില്ല. ചെറുകിട സംരംഭകർക്കൊന്നും അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ കാശ് ബേണാവല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റും ഒരു കസ്റ്റമറിൽ നിന്ന് നമുക്ക് എത്ര രൂപ ലാഭം ഉണ്ടെന്നുള്ളതും കൃത്യമായി തന്നെ അറിയണം. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു മെട്രിക്സ് ആണ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ. ഒരു കസ്റ്റമറുടെ ലൈഫിൽ, അതായത് നമ്മളുടെ കൂടെ ഒരു പ്രത്യേക വ്യക്തി കസ്റ്റമറായി തുടരുന്ന ആ ഡ്യൂറേഷനിൽ നമ്മൾ മേക്ക് ചെയ്യണ പ്രോഫിറ്റാണ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ചില പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ ചിലവർ നഷ്ടത്തിൽ ഇനീഷ്യലി മാർക്കറ്റിംഗ് ചെയ്യും. അതായത് ഇപ്പം 100 രൂപ നമുക്ക് ഒരു കസ്റ്റമർ അക്വയർ ചെയ്യാൻ ആവശ്യമായി. ഈ കസ്റ്റമറിൽ നിന്ന് നമുക്കൊരു 80 രൂപയാണ് ആ ഇനീഷ്യൽ ട്രാൻസാക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 80 രൂപയാണ്. അപ്പോൾ ആ ഇനീഷ്യൽ ട്രാൻസാക്ഷൻ ശരിക്കും നമുക്ക് നഷ്ടമാണ്. 20 രൂപ നമുക്ക് നഷ്ടം വന്നു. എന്നിരുന്നാൽ കൂടിയും നമ്മളുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ കൺസ്യൂമബിൾ കാറ്റഗറിയിലൊക്കെ ഉള്ള പ്രൊഡക്റ്റാണ്. വീണ്ടും വീണ്ടും ഒരാൾക്ക് ആവശ്യം വന്ന ഒരു ഇതാണെങ്കിൽ അപ്പോൾ അടുത്ത തവണ ആ കസ്റ്റമർ നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കും. ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ തീർന്നു പോകും. എന്തെങ്കിലും സപ്ലിമെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ തീർന്നു. അപ്പോൾ വീണ്ടും അവർക്കത് ആവശ്യമായിട്ട് വരും. അപ്പോൾ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അതിന് നമ്മൾ പ്രത്യേക മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല. ഒറ്റ തവണയാണ് നമ്മൾ ആ കസ്റ്റമറെ കണ്ടെത്തിയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും വരാൻ നേരത്തെ രണ്ടാമത്തെ തവണ അതൊരു ഫുൾ പ്രോഫിറ്റാണ് നമുക്ക്. നമ്മുടെ പ്രൊഡക്റ്റും സർവീസും നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ വരും കസ്റ്റമർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ നമ്മൾ അറിയണം. അപ്പോൾ അതാവാൻ നേരത്തെ ഇതറിഞ്ഞുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്ത് കസ്റ്റമറെ നമ്മൾ കൊണ്ടുവരികയാണ് നമ്മുടെ ബിസിനസ്സിലേക്ക്. വീണ്ടും നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഓരോ തവണ അവർ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ നേരത്തും ആ ഇനീഷ്യൽ നമ്മൾ കസ്റ്റമർ അക്വയർ ചെയ്യാൻ ഉപയോഗിച്ച ആ കോസ്റ്റ് ഉണ്ടല്ലോ അത് കുറഞ്ഞു വരും. ഇത് കൺസ്യൂമബിളിൽ നടക്കും. കൺസ്യൂമബിളിൽ മാത്രമല്ല, അല്ലാത്തതിലും നടക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വെക്കുന്നത് ബെഡ്ഷീറ്റാണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ബെഡ്ഷീറ്റാണ് നിങ്ങൾ വെക്കുന്നത്. ഒരു ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒന്നിലധികം റൂമുകളെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു തവണ വാങ്ങിച്ചു, അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു തവണ വാങ്ങിക്കും. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത റൂമിലേക്ക് ഉപയോഗിക്കാനായിട്ട് വാങ്ങിക്കും. പുതിയ ഡിസൈൻസ് വരാൻ നേരത്ത് വാങ്ങിക്കും. അപ്പോൾ എല്ലാം കൺസ്യൂമബിൾ പ്രൊഡക്റ്റ് ആവണമെന്നില്ല, അല്ലാത്തതിനും നമുക്ക് ചെയ്യാം. അപ്പോൾ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെട്രിക്സ് തന്നെയാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ അധികം പേരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, പ്രത്യേകിച്ച് ഹൈ വാല്യൂ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നവർ, വില കൂടിയ പ്രൊഡക്റ്റുകൾ, ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകളും സർവീസുകളും സെല്ല് ചെയ്യുന്നവർ. അവർ ഡയറക്റ്റ് അവരുടെ പരസ്യം ഉപയോഗിച്ചിട്ട് വിൽക്കാനായിട്ട് നോക്കും. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് കൺവേർഷൻ മാത്രമാണ് നമുക്ക് അവിടെ കിട്ടുള്ളൂ. നിങ്ങളുടെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കുക. അവസാനമായിട്ട് എന്നാണ് നിങ്ങളൊരു പരസ്യം കണ്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തത്? ഒരു പരസ്യം കാണുന്നു, അപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുന്നു, അപ്പോൾ തന്നെ വാങ്ങുന്നു. ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്നാണ് അവസാനമായിട്ട് സംഭവിച്ചത്? ചിലപ്പോൾ ജീവിതത്തിൽ ഒരു തവണ പോലും നിങ്ങളത് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 1-2 തവണ ചെയ്തിട്ടുണ്ടായിരിക്കും. അധിക ഹൈ വാല്യൂ പ്രൊഡക്റ്റുകളും നമ്മളൊരു ചെറിയ റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രമാണ് വാങ്ങിക്കുള്ളൂ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട മാർക്കറ്റിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് ആണ്. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്ന രീതിയിൽ പല രീതിയിൽ സെറ്റ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം കണ്ടിന്യൂസ് വാല്യൂ പ്രൊവൈഡ് ചെയ്ത് നർച്ചറിങ് പ്രോസസ്സ്, അതായത് നമ്മളുടെ കസ്റ്റമർ ആവാൻ വേണ്ടി അവരെ പാകപ്പെടുത്തിയെടുത്ത് പതിയെയാണ് അവരെ കസ്റ്റമറാക്കി മാറ്റേണ്ടത്. ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ആ കസ്റ്റമേഴ്സിനെ സക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം അവർ വരില്ല. നമ്മളുടെ ഓഫർ കാണുമ്പോഴത്തേക്കും നമ്മളുടെ വിലയും കാര്യങ്ങളും എല്ലാം കാണുമ്പോഴത്തേക്കും അവരങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഉപകാരമുള്ള എന്തെങ്കിലും നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കാം. അത് വളരെ ചെറിയ എന്തെങ്കിലും ആണെങ്കിലും മതി. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, അങ്ങനെയാണെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളിലേക്ക് അവരെ അട്രാക്റ്റ് ചെയ്യിക്കുകയാണ്. അതായത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യത്തിൻ്റെ ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് വിൽക്കലല്ല, മറിച്ച് നമ്മളെന്ന വ്യക്തി, ബ്രാൻഡ്, സ്ഥാപനം അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കലാണ്, ഒരു താല്പര്യം ജനിപ്പിക്കലാണ് നമ്മളുടെ പരസ്യത്തിൻ്റെ ലക്ഷ്യം. ഡയറക്റ്റായിട്ട് നമ്മൾ വിൽക്കാനല്ല അവിടെ നോക്കേണ്ടത്. താല്പര്യം ജനിപ്പിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യാതൊരുവിധ ചിലവുമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു പലതും ആകാം. നമുക്ക് ജസ്റ്റ് ഫ്രീ കൺസൾട്ടേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ പലരും ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഇൻറ്റീരിയർ ഡിസൈനിങ്, അതുപോലെ പല ഇത്തരം മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും കോൺടാക്ട് ചെയ്യാറുണ്ട്. നല്ല ഡ്രസ്സ് ഉപയോഗിച്ച് നല്ല കോട്ടും സ്യൂട്ടും ഇട്ട് പോയാൽ മാത്രമാണ് ഓർഡർ കിട്ടുള്ളൂ. അതാണോ പ്രശ്നം എന്നറിയില്ല.
ഞങ്ങളുടെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ്, ഇനി ഇംഗ്ലീഷ് സംസാരിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അതൊക്കെ ഒരു ചെറിയ പെർസെൻറ്റേജിൽ അഫക്റ്റ് ചെയ്തേക്കാം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വാല്യൂ പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റിസർച്ച് നടത്തിയതിന് ശേഷമാണ് കസ്റ്റമർ അത് വാങ്ങിക്കുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വാല്യൂ പ്രൊവൈഡ് ചെയ്യുക, ഫ്രീ കൺസൾട്ടേഷൻ, ഓൺ സൈറ്റിൽ ചെന്നിട്ട് കൺസൾട്ട് ചെയ്ത് അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ. ഇത് പറയുമ്പോൾ അതൊക്കെ കോസ്റ്റ് അല്ലേ, നമുക്ക് നമ്മുടെ മേലൊരു ചിലവല്ലേ എന്ന് തോന്നും. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മളവരെ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഇതൊന്നും ചെയ്യണില്ല, നിങ്ങളിത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കിടക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ വിൽക്കാൻ നോക്കില്ല, എല്ലാവരും ഇങ്ങനെ സ്ക്രീമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ വാങ്ങും. അവിടെയാണ് നിങ്ങൾ അധികം ചില പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് സംസാരിക്കണം, അവർക്ക് നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ച് ഒരു ഡീലിങ്ങിന് ശേഷമാണ് നമ്മൾ ആ ഒരു കോളിൽ തന്നെ ചിലപ്പോൾ ക്ലോസിങ് നടന്നോളണമെന്നില്ല. അവർ ഫോൺ കട്ട് ചെയ്യുന്നു, നിങ്ങൾ ഫോൺ കട്ട് ചെയ്യുന്നു, ഓക്കെ പോകുന്നു, പിന്നെ നിങ്ങൾ അവർ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെയല്ല, ഒരു ഫോളോ അപ്പും കൂടി കൊടുക്കണം. നിങ്ങൾ ചോദിച്ചത് മുമ്പ് ഞങ്ങളുടെ ക്ലയൻറ്റിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, അത് ഞങ്ങൾ സോൾവ് ചെയ്തെടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് റെഡി ആയിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ കസ്റ്റമർക്കാണ് നിങ്ങൾ ആ വീഡിയോ അയച്ചേക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അവർ ആ വീഡിയോ കാണുന്നു, നോക്കുന്നു, ഓ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, 2 ദിവസം കഴിഞ്ഞ് വേറെ പിന്നെ വലിയ കോൺടാക്റ്റ് ഒന്നും അവരുടെ അടുത്തുനിന്നില്ല. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ആരുടെയെങ്കിലും കസ്റ്റമറായിട്ട് മാറണം. നമ്മളുടെ ആകോ ഇല്ലെന്ന് അറിയില്ല, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്ക് ഇൻട്രസ്റ്റഡ് ആണല്ലോ ഈ പ്രൊഡക്റ്റിൽ, അതുകൊണ്ടാണല്ലോ അവർ നമ്മളെ കോൺടാക്ട് ചെയ്തത്. ഈ ലീഡ് മാഗ്നറ്റ് വെച്ച്, അതായത് നമ്മൾ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇവർ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവർക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണല്ലോ അർത്ഥം. 2 ദിവസം കഴിഞ്ഞു അവർ റിപ്ലൈ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക, വീണ്ടും അടുത്ത വാല്യൂ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഈ പ്രോസസ്സിന് പറയുന്നതാണ് നർച്ചറിങ് പ്രോസസ്സ് എന്ന്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ പാകപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരുടെ കസ്റ്റമർ ആകാൻ? നിങ്ങളുടെ കസ്റ്റമർ ആകാൻ വേണ്ടിയിട്ട്. അടുത്തൊരു PDF നിങ്ങൾ അയച്ചു കൊടുക്കുന്നു, കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു. ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞങ്ങളത് ആദ്യമേ പറഞ്ഞു, പക്ഷേ അവർ കേട്ടില്ല. ഒരു 2 ലക്ഷം രൂപയുടെ നഷ്ടം അതുകൊണ്ട് വന്നു, അതിൻ്റെ റിപ്പയറിങ്ങിനും ഇതിനൊക്കെ ആയിട്ട് 2 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. അപ്പോൾ നിങ്ങൾ ക്യാപ്ഷനിൽ ഹെഡിങ് തന്നെ കൊടുക്കുക, 2 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു ഇത് ചെയ്യാത്തത് കൊണ്ട്. സ്വാഭാവികമായിട്ട് അവർ ക്യൂരിയസ് ആയിരിക്കും. നഷ്ടം വരുത്താൻ ആർക്കും ആഗ്രഹമില്ല. അടുത്ത നർച്ചറിങ് വീഡിയോയാവട്ടെ എന്തായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഹൈ വാല്യൂ ഡോക്യുമെൻ്റ് അവരുടെ അടുത്തേക്ക് ചെന്നാൽ മതി, അവരത് വായിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇത് സോൾവ് ചെയ്യാൻ പറ്റിയ ആരാണോ ഉള്ളത്? വേറെ ആരുമില്ല, നിങ്ങൾ തന്നെയാണല്ലോ. നമ്മളൊരു ക്ലിനിക്കിൽ ചെല്ലാൻ നേരത്ത് അവിടെ ഒരു ഡോക്ടർ ഉണ്ടാവും. ആ ഡോക്ടർ നമുക്ക് മരുന്ന് എഴുതി തരുമ്പോൾ ഡോക്ടർ പറയും പുറത്ത് ഫാർമസി ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചോളാൻ പറയും. ആ ഫാർമസിയിൽ ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ പോകാറുള്ളൂ. ഡോക്ടർ മിക്ക സമയവും ഡോക്ടർ എഴുതുന്ന മരുന്ന് ആ ഫാർമസിയിലുള്ള മരുന്നായിരിക്കും. ഡോക്ടർക്ക് ചെറിയ ലാഭം ഉണ്ടാവില്ല, അതൊരു ബിസിനസ്സാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടുത്തെ ഫാർമസിയിൽ നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഫാർമസിയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കും. ഇനി അവിടെ ഇല്ലെങ്കിൽ മാത്രമാണ് പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലം നിങ്ങൾ അവരോട് ചേർന്ന് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കാൻ നേരത്ത്, ഇനി ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എവിടെയെന്ന് നോക്കാൻ നേരത്ത് അത് നിങ്ങൾ തന്നെയാണല്ലോ സൊല്യൂഷൻ, നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ആണല്ലോ. അപ്പോൾ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് ചെയ്യാതെ പലരും മറ്റ് മാർക്കറ്റിംഗ് രീതികൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ന ആവശ്യങ്ങൾക്ക് ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് ഫോൺ നമ്പറും കൊടുത്ത് വിലയും കൊടുത്ത് അങ്ങനെ ചെയ്യണവരുണ്ട്. ഇത് ഞാൻ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റിലും ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട. നിങ്ങളിപ്പോൾ ഒരു 100 രൂപയുടെ പ്രൊഡക്റ്റാണ് വിൽക്കുന്നത്, ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ വേണ്ട, ഡയറക്റ്റ് നിങ്ങൾക്ക് ഓഫർ പ്രസൻറ്റ് ചെയ്യാം. നിങ്ങൾ ഹൈ വാല്യൂ പ്രൊഡക്റ്റുകളൊക്കെയാണ് സെല്ല് ചെയ്യണമെങ്കിൽ അധിക സമയവും കുറച്ചും കൂടി വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ഇത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ 2-3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. നമ്മൾ വരുത്തുന്ന അബദ്ധങ്ങൾ, ഒരുപാട് മണ്ടത്തരങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് നമ്മളുടെ മാർക്കറ്റിങ്ങിൽ. ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും, നമ്മുടെ ബിസിനസ്സിൽ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിനെ ഇത് പഠിപ്പിച്ചു കൊടുക്കുക. മാർക്കറ്റിംഗ് ആരാണോ ആ ടോപ്പിൽ നിൽക്കുന്ന ആളാരാണോ അവർക്കിത് പഠിപ്പിച്ചു കൊടുക്കുക. ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല അവർക്ക്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയും ഈ ചാനലിൽ വരും. നിങ്ങൾക്ക് സെയിൽ വർദ്ധിപ്പിക്കാനും മാർക്കറ്റിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.